കർത്താവിൻ്റെ വചനങ്ങൾ നമ്മൾ കേൾക്കാൻ പോകുന്നു. നമ്മൾ എപ്പോഴും ഒരു സാക്ഷ്യ വിചാരം നടത്തുമല്ലേ? ഉടമ്പടി ധ്യാനത്തിൻ്റെ ഒരു രീതിയാണത്. ഈ ആഴ്ചയിൽ ഏറ്റവും നല്ല സാക്ഷ്യത്തെ വചന വിചാരണ ചെയ്യും. ഈ എല്ലാ ദിവസവും ഭയങ്കരമായ നമുക്ക് ആവേശവും ആശ്വാസവും ആത്മാഭിഷേകവും ഒക്കെ നൽകുന്ന നല്ല നിലവാരമുള്ള ഉടമ്പടി സാക്ഷ്യങ്ങൾ എല്ലാ ദിവസവും ഉണ്ടാവും. അതിൽ ചില സാക്ഷ്യങ്ങളാണ് നമ്മുടെ ആരാധനയ്ക്കായി നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഈ ആഴ്ചയിൽ സെലക്ട് ചെയ്യണത് ഒരു വല്യമ്മച്ചി പറഞ്ഞ സാക്ഷ്യ, ഡാർലി റോയി ചേന്നമംഗലത്തുനിന്ന്. ഈ സാക്ഷ്യം പല കാര്യങ്ങൾ കൊണ്ട് ഉടമ്പടി ഫീച്ചേഴ്സ് ഉള്ളതാണ്. ഉടമ്പടി ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഉടമ്പടിയുടെ മുഖമുദ്രയുള്ള സാക്ഷ്യം. ഒന്ന്, ഹെവി ഡ്യൂട്ടി ചെയ്യണം, അതാണ് ഉടമ്പടിയുടെ ഒരു മുഖമുദ്ര. അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും പ്രാർത്ഥനാ രീതികൾ, സഭയിൽ എന്തുമാത്രം അനുഗ്രഹം കിട്ടുന്ന പ്രാർത്ഥനകൾ കൊണ്ട് ഇല്ലേ, നമ്മൾ അതുവഴിയല്ലേ ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഉടമ്പടിയുടെ സ്പെഷ്യൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഹെവി ഡ്യൂട്ടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്താൽ പൊങ്ങാത്ത കാര്യങ്ങൾ പൊക്കണം, പവർ ലിഫ്റ്റ് പോലെയാണ്. അതാണ് മരിയൻ ഉടമ്പടിയുടെ ഒരു പ്രത്യേകത. രണ്ടാമത്തെ ഉടമ്പടിയുടെ ഫീച്ചർ എന്ന് പറയുന്നത് കവനൻ്റ് ഫീച്ചേഴ്സ്. ഉടമ്പടിയുടെ മുഖമുദ്ര എന്ന് പറയുന്നത് ടൈം ഷോർട്ടനിങ് ചെയ്യണം. എപ്പോഴെങ്കിലും നടക്കുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എപ്പോഴെങ്കിലും നടന്നാൽ പോരാ. ആവശ്യ സമയത്ത് നമുക്ക് അത്യാവശ്യ സമയത്ത് ഉപകരിക്കണം. അതാണ് ടൈം ഷോർട്ടനിങ്. സമയം എന്ന് പറയുന്നത് ഉടമ്പടി പോലെ സമയത്തെ വളരെ സ്വാധീനിക്കുന്ന, സമയത്തെ സ്വാധീനിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാനുള്ള വിഷയം സമയത്തെ സ്വാധീനിക്കുക, സ്ഥലത്തെ സ്വാധീനിക്കുക. ഈ രണ്ട് സ്വാധീനങ്ങളിലൂടെയാണ് നമ്മൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റണത്. എപ്പോഴും സമയത്തെ സ്വാധീനിക്കാലും ഇപ്പോൾ ഒരു വിഷയം എന്തായിക്കോട്ടെ, അതിന് രണ്ട് പ്രധാനപ്പെട്ട തട്ടകങ്ങളുണ്ട്. ഒന്ന് ടൈം ആൻഡ് സ്പേസാണ്. ആദ്യം സമയത്തെ സ്വാധീനിക്കണം, പിന്നെ സ്ഥലത്തെ സ്വാധീനിക്കണം. ഇത് രണ്ടും സ്വാധീനിക്കുമ്പോഴാണ് ഷോർട്ടനിങ് സംഭവിക്കണത്, സ്പീഡ് സംഭവിക്കണത്. അതിന് ബൈബിളിൽ നമുക്ക് ഇന്ന് വരെ കവനൻ്റ് അല്ലാതെ വേറെ ഒരു ഫോർമുല ഇല്ല. കവനൻ്റ് ഒരു ഫോർമുലയാണ്, ഒരു സൂത്രവാക്യം. സൂത്രവാക്യം എന്ന് വെച്ചാൽ നമുക്ക് ടെക്നിക്ക് എന്ന് പറയത്തില്ലേ, ടെക്നിക്ക്, സൂത്രം എന്നൊക്കെ പറഞ്ഞ വാക്ക് നിങ്ങൾ ഓർക്കേണ്ട ഉപായം പോലെയുള്ള എന്തോ സൂത്രപ്പണി എന്നല്ല, ടെക്നിക്കാണ്. ടെക്നോളജി എന്ന് സാങ്കേതിക വിദ്യ. ഒരു ബൈബിൾ സാങ്കേതിക വിദ്യയാണ് ശരിക്കും പറഞ്ഞാൽ ഉടമ്പടി എന്ന് പറയുന്നത്. അത് ഫോർമുലയിൽ വർക്ക് ചെയ്യണതാണ്. ഒരു പ്രത്യേക ഇക്വേഷൻ, സമവാക്യത്തിലാണ് ഇത് വർക്ക് ചെയ്യണത്. അത് ഞാൻ നിങ്ങളോട് പതുക്കെ പറയാം. അപ്പം ആ സമവാക്യം ഉപയോഗിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ആ ഫോർമുല ഉപയോഗിക്കുമ്പോഴാണ് ടൈം ഷോർട്ടനിങ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ടെക്നിക്കൽ ബേസ് ചെയ്ത് മനസ്സിലാക്കണം. ഒരു ഭക്തകൃത്യം, ഭക്താനുഷ്ഠാനം ആയിട്ട് ഇതിനെ റെഡ്യൂസ് ചെയ്യരുത്. മേ ബി ദൈവത്തോട് ഇടപെടുന്ന എല്ലാ വിഷയങ്ങളും നമുക്ക് ഭക്തി ഉണ്ടാവും. ഭക്തിയില്ലാതെ എങ്ങനെ നിൽക്കാൻ പറ്റും? പക്ഷേ ഭക്തി മാത്രമല്ല ഇതിന് പിന്നിലുള്ളത്. ഭക്തിയുടെ ഒരു വൈകാരിക അംശമല്ല, മറിച്ച് ആധ്യാത്മിക സാങ്കേതിക വിദ്യയുടെ ഒരു വിചാര അംശം ഉടമ്പടിയിലുണ്ട്. അതുകൊണ്ടാണ് ഒരു മിനിമം വിദ്യാഭ്യാസ യോഗ്യതയെങ്കിലും ഇല്ലെങ്കിൽ ഉടമ്പടിയുടെ ഉള്ളിലോട്ട് പോകാൻ പറ്റത്തില്ല. പുറമേയൊക്കെ നമുക്ക് കറങ്ങി നിൽക്കാവുന്നല്ലാതെ ഉടമ്പടിയുടെ ഉള്ളിലേക്ക് പോകാൻ പറ്റുകയില്ല. തന്ത്രപരമായിട്ടുള്ള സമീപനങ്ങൾ സുവിശേഷ വിഹിതമായിട്ട് ഒരു വിശ്വാസിക്ക് അറിയണം. അതുകൊണ്ടാണ് ഉടമ്പടിയിലേക്ക് സാക്ഷരത വരുന്നത്. 200 സാക്ഷരതാ ക്ലാസ്സായില്ലേ ഉടമ്പടി സാക്ഷരത, എല്ലാ ദിവസവും ഉണ്ടാവും.
ഇതിൻ്റെ മൂന്നാമത്തത്, ഈ ടൈം ഷോർട്ടനിങ്ങിൻ്റെ മൂന്നാമത്തെ വിഷയം, മൂന്നാമത്തെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് മെരിറ്റിൽ നടക്കാത്തതായിരിക്കണം. ഉടമ്പടിയുടെ മൂന്നാമത്തെ ഫീച്ചർ മെരിറ്റിൽ നടക്കാത്തതായിരിക്കണം. ദൈവമനസ്സിൻ്റെ ഏറ്റവും വലിയൊരു വെളിപ്പെടുത്തലാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നിൻ്റെ യോഗ്യത കൊണ്ടല്ല, എൻ്റെ കൃപ കൊണ്ട്. പക്ക ഉടമ്പടി ഫീച്ചേഴ്സുള്ള, അതായത് ടൈം ഷോർട്ടനിങ് ചെയ്യുന്ന, സമയത്തെ ചുരുക്കുന്ന, അതുപോലെ തന്നെ നോട്ട് ബൈ മെറിറ്റിൽ വർക്ക് ചെയ്യുന്ന, യോഗ്യത കൊണ്ടല്ലാതെ കൃപ കൊണ്ട് വർക്ക് ചെയ്യുന്ന, അതുപോലെ തന്നെ ഹെവി ഡ്യൂട്ടി ചെയ്യുന്ന. പല ആൾക്കാരും പല വിധത്തിലും ട്രൈ ചെയ്തിട്ട് നടക്കാത്ത ഒരു കാര്യം ഇതാണ്. ഈ ഡാർലി റോയി പറയുന്ന ഒരു സാക്ഷ്യം. ഉടമ്പടിയുടെ 3 മുഖമുദ്രകൾ ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. നമുക്കിതിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ നിങ്ങളെ രക്ഷപ്പെടും. ഉടമ്പടിയുടെ ഏതെങ്കിലും ഒരു കാര്യം വർക്കൗട്ട് ചെയ്യും, നോട്ട് ബൈ മെറിറ്റെങ്കിലും വർക്ക് ചെയ്താൽ നിങ്ങളുടെ കാര്യം തീരുമാനമാകും. അതുകൊണ്ട് എൻ്റെ മക്കൾ വളരെ ശാസ്ത്രീയമായി സൂക്ഷ്മതയോടെ ആണ് നിങ്ങളുടെ വിഷയങ്ങളെ ഉടമ്പടി ആപ്ലിക്കേറ്റ് ചെയ്ത് പഠിക്കണം. ഇത് ഉടമ്പടി ഒരു ആപ്ലിക്കേഷൻസാണ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻസിൻ്റെ വ്യത്യസ്തമായ ആപ്ലിക്കേഷൻസ് രീതികളുണ്ട്. ഓരോരുത്തരും ഓരോ രീതികളാണ് ഉപയോഗിക്കുന്നത്. ആ ബിബ്ലിക്കൽ നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ, ഞാൻ അവിടെ ബൈബിൾ പഠിക്കുന്നത് എപ്പോഴും സ്കൂൾ അനുസരിച്ചാണ് പഠിക്കുന്നത്. ഉടമ്പടിയുടെ സ്കൂൾസ്, ഇപ്പോൾ എന്താ സാംസൺ എന്ത് സ്കൂളാണ് ഉപയോഗിച്ചത്, മോസസ് എന്ത് സ്കൂളാണ് ഉപയോഗിച്ചത്, അതുപോലെ ഇങ്ങോട്ട് ഓരോ മനുഷ്യരും ദൈവത്തെ കണ്ടെത്തി ജീവിതത്തിൻ്റെ വലിയ ഭാരങ്ങളെ അതിജീവിച്ച, വെല്ലുവിളികൾ അതിജീവിച്ച മനുഷ്യന്മാർ കണ്ടുപിടിച്ച മാർഗങ്ങളൊക്കെ എപ്പോഴും ബൈബിള് വളരെ സുന്ദരമായ രീതിയിൽ. നിങ്ങളോട് ബൈബിൾ വായിക്കാൻ പറഞ്ഞില്ലേ, 1 മണിക്കൂർ എല്ലാ ദിവസവും, അരമണിക്കൂർ എല്ലാ ദിവസവും ബൈബിൾ വായിക്കണമെന്ന് ഉടമ്പടിയുടെ നിബന്ധനയുടെ ഭാഗമാണ്. അത് എന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വെറുതെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് എല്ലാവരും വായിക്കുകയല്ല. അതിൽ ബൈബിള് ദൈവത്തെ കൺഫ്രണ്ട് ചെയ്ത ഓരോ ബൈബിൾ വ്യക്തിത്വങ്ങളുണ്ട്. ഉദാഹരണത്തിന് കിങ് ഡേവിഡ്, ദാവീദ് രാജാവ്, അദ്ദേഹം ഉപയോഗിച്ച മെത്തേഡ്, ദൈവാഭിമുഖ്യത്തിന് ഉപയോഗിച്ച മെത്തേഡ്. അങ്ങനെ എന്ത് മെത്തേഡാണ് ഉപയോഗിച്ചത്? അങ്ങനെ സാവൂളിൻ്റെ അടുത്ത് വരുമ്പോൾ, സാവൂള് ഫിലിസ്ത്യരുമായിട്ടുള്ള ഗംഭീര യുദ്ധം നടക്കുകയാണ്. എല്ലാ സേനാ നായകന്മാരും പട്ടാള ജനറൽമാരെല്ലാം ലീവെടുത്ത് വീട്ടിൽ പോയിരിക്കുകയാണ്. ലീവെടുത്ത് വീട്ടിൽ പോയവന്മാരെ അവരുടെ ഭാര്യമാർ വിടണില്ല യുദ്ധത്തിലേക്ക്, തിരിച്ചു വരികയില്ലെന്ന് അവർക്കറിയാം. ഗോലിയത്തല്ലേ അപ്പുറം നിൽക്കണത്. അതുകൊണ്ട് ഭാര്യമാരെല്ലാം ഇവരെ വട്ടപ്പൊട്ടിട്ട് പിടിച്ച് വീട്ടിൽ കുത്തി കെട്ടിയിട്ടിരിക്കുകയാണ് ഭർത്താക്കന്മാരെ. സാവോള് നിന്ന് തിരികെ പമ്പരം പോലെ ചുറ്റിക്കണം. കാര്യം പട്ടാളക്കാരെല്ലാം ലീവെടുത്ത് പോയി. പട്ടാള ജനറൽമാരൊക്കെ എല്ലാം അവരുടെ ഭാര്യമാർ പോയില്ലേ, ഞങ്ങൾക്കാരുമില്ല, കുഞ്ഞിനാരുമില്ല, എനിക്കാരുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ണീര് കൊണ്ട് കാല് കെട്ടി വെച്ചിരിക്കുകയാണ് എല്ലാത്തിനെയും പട്ടാളക്കാരെ. ഇങ്ങനൊരു അവസ്ഥയിലാണ് അപ്പം കൊണ്ട് ജസ്സയെ പറഞ്ഞു വിട്ടിട്ട് ചേട്ടന്മാർക്ക് കൊടുക്കാൻ വേണ്ടി ദാവീദ് വരണത്. ദാവീദ് ഇവിടെ വരുമ്പോൾ സിറ്റുവേഷൻസ് ദാവീദ് മനസ്സിലാകും. എന്താ കാര്യം? ഇത് സാവൂള് യുദ്ധം ജയിക്കാൻ പോകുന്നില്ല. ഇസ്രായേൽക്കാരെ അപ്പം പോലെ തന്നെ ഫിലിസ്തീൻസ് തിന്നു തീർക്കും. അപ്പോൾ ആ മനുഷ്യന് പെട്ടെന്ന് ആത്മാഭിഷേകം ഉണ്ടാകും. ഒരു ഹെവി ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി ദൈവം അവനെ ഒരുക്കുകയാണ്. ഇതാണ് ഹെവി ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഗോലിയത്താണ് ഹെവി ഡ്യൂട്ടി. ഈ ഹെവി ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി ദൈവം ഇവനെ ഒരുക്കുകയാണ്. നിങ്ങൾ ഓർക്കണം, ഈ ദൈവം തന്നെയാണ് ഉടമ്പടിയുടെ ദൈവം. ഈ ദൈവം തന്നെയാണ് നിന്നെ ഒരുക്കാൻ പോണത്. നിൻ്റെ മുമ്പിലുള്ള ഗോലിയാത്തിനെ, അതവൻ എത്ര ഭീകരനായാലും അതിനെ എല്ലാം പ്രതിരോധിക്കാനുള്ള കഴിവ് ദൈവം ഉടമ്പടി നിക്ഷേപിച്ചിട്ടുണ്ട്. അതായത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദാവീദ് നേരെ സൗൾ രാജാവിൻ്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ യുദ്ധത്തിന് പോകാമെന്ന് പറയും.
അത് പറയണത് ഒരു ധൈര്യത്തിൻ്റെ പേരിലാണ്. അതൊക്കെ തന്നെ കാര്യം, അതൊക്കെ മുമ്പ് തന്നെ ഇവന് അഭിഷേകം വാങ്ങിച്ചിട്ടുണ്ട്. ഉടമ്പടി എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. ഉടമ്പടി നിങ്ങൾ ആത്മാവിൽ ഒരു അഭിഷേകം കിട്ടാനുള്ള എല്ലാ സാധ്യതയും ഉള്ളത് ഉടമ്പടിയിലാണ്. അതുകൊണ്ടാണ് ഇതിനകത്ത് അഭിഷേക തൈലം ഉപയോഗിക്കാൻ കാര്യം. ചിലരൊക്കെ സാക്ഷ്യം പറയുമ്പോൾ വെളിച്ചെണ്ണ എന്നൊക്കെ പറയത്തില്ലേ, വെളിച്ചെണ്ണ അല്ല, ശുദ്ധമായ ഒലിവെണ്ണയാണ് നിങ്ങൾക്ക് ഉടമ്പടി തൈലമായിട്ട് തരണത്. 12 പ്രാവശ്യം പ്രത്യേക പ്രാർത്ഥന ചൊല്ലിത്തരും. അത് അഭിഷേകം ചെയ്താണ് ഉടമ്പടി പ്രാർത്ഥന നടത്തണം നമ്മൾ, ഇല്ലേ? ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഉടമ്പടി തൈലം എടുത്തിട്ട് നെറ്റിയിൽ നിങ്ങളുടെ അഭിഷേകം പുതുക്കും. ആ ബന്ധം പുതുക്കുകയാണ് നമ്മൾ. അതിലൂടെ യു ആർ ഗെറ്റിംഗ് എംപവേർഡ്. നിങ്ങൾ അതിലൂടെ ശക്തി ധരിക്കുകയാണ്. ആ ഒരു ബോധമുണ്ട്. അറിയത്തൊരു അനുഷ്ഠാനമല്ല, അതിലൂടെ നിങ്ങൾ ശക്തി ധരിക്കുകയാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, അഭിഷേകത്തിൻ്റെ ഒരു ആശംസയുണ്ട്. അഭിഷേകം ചെയ്യുമ്പോൾ ദൈവം ഒരു ആശംസ കൊടുക്കും. എന്താ കൊടുക്കുന്നത്? ശക്തനും ധീരനുമായിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അത് ഒരു ഒപ്പോണൻറ്റിനെ മുമ്പിൽ കണ്ടുകൊണ്ടാണ് ദൈവം എപ്പോഴും ഉടമ്പടി ചെയ്യിക്കുന്നത്. ഒരു ഒപ്പോണൻറ്റ് ചിലപ്പോൾ നിങ്ങളുടെ പഠനമായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ തോറ്റുപോകുന്ന അവസ്ഥകളായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ഭാഗോടമ്പടി നടക്കാത്ത സ്ഥലമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ എതിർക്കുന്ന അയൽവാസിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ തന്നെ നിങ്ങളുടെ ചതിപ്രയോഗം നിങ്ങൾക്കെതിരെ നടത്തുന്ന വ്യക്തിയാകാം. എനിവേ, ഒരു ഒപ്പോണൻറ്റിനെ, എതിരാളിയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ദൈവം എപ്പോഴും അഭിഷേകം ചെയ്യണത്. എല്ലാ ദിവസവും ഞാൻ ഒരു 2 പ്രാവശ്യം സമ്പൂർണ്ണ ബൈബിൾ മുഴുവൻ വായിച്ചു. 3ാമത് വായിച്ചുകൊണ്ടിരിക്കുന്നു. കുടുംബ പ്രാർത്ഥന ഞങ്ങൾക്ക് മുടങ്ങിക്കിടന്നിരുന്നു. അതായിരുന്നു ഞങ്ങളെ ഏറ്റവും വലിയ ദോഷം. ഞാൻ ഒറ്റയ്ക്ക് പ്രാർത്ഥനയിലുള്ളായിരുന്നു. പക്ഷേ ഈ ഉടമ്പടി ഓൺലൈനല്ല, ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു ദിവസം പോലും കുടുംബ പ്രാർത്ഥന മുടങ്ങിയിട്ടില്ല. രാവിലെയും രാത്രിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പേര് റോസമ്മ വർഗീസ്. ഞാൻ പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ നിന്ന് വരുന്നു. ഞാൻ ഇവിടെ 2019 ജൂലൈ 11-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതാണ്. അതിനുശേഷം ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ, ഞാൻ കൂടുതൽ ദൈവവിശ്വാസിയാകുകയും എന്നും പള്ളിയിൽ പോവുകയും കുമ്പസാരിക്കുകയും കുർബാന കഴിക്കുകയും എല്ലാം ചെയ്തിരുന്നു. അതിൻ്റെ ഫലമായി എൻ്റെ മൂത്ത മോൾക്ക് ജോലിയില്ലാതെ 5-6 വർഷമായി വിഷമത്തിലായിരുന്നു. മാതാവിൻ്റെ സഹായം കൊണ്ട് അവൾ ദുബൈ പോവുകയും അവൾക്ക് ജോലി നല്ല ശമ്പളത്തോടു കൂടിയ ജോലി കിട്ടുകയും ചെയ്തു. അതുപോലെ തന്നെ എൻ്റെ അവിടെ മോക്ക് ആക്സിഡൻ്റ് ഉണ്ടായി, കാല് പൊട്ടി. സ്കൂളിലൊക്കെ പോയി പരീക്ഷ എഴുതാൻ പറ്റത്തില്ല, ബുക്കിനകത്ത് എഴുതാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് കരച്ചിലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ ഇവിടെ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാം എൻ്റെ കുഞ്ഞിന് എഴുതാനും പരീക്ഷ എഴുതാനും സാധിപ്പിക്കണേ എന്ന് പറഞ്ഞതിൻ്റെ ഫലമായി അവൻ്റെ കൈ സുഖപ്പെടുകയും അവൻ ഇപ്പം നല്ല പരീക്ഷ എഴുതുന്നു, അവന് നല്ല മാർക്കോടുകൂടി പാസ്സാകുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ എൻ്റെ 2ാമത്തെ മോള് അമേരിക്കയിലാണ്. അവൾക്ക് പിന്നെ കല്യാണം കഴിഞ്ഞ് 8 വയസ്സുള്ള ഒരു മോളുണ്ട്. ഇളയതൊരാൺകുഞ്ഞില്ലാഞ്ഞ് അവൾ എന്നും കരച്ചിലായിരുന്നു. ഞാൻ പറഞ്ഞു, അമ്മേ മാതാവേ അവളെ അനുഗ്രഹിക്കണേ, അവൾക്ക് ഒരു ആൺകുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞതിൻ്റെ ഫലമായി എൻ്റെ മോൾക്ക് ഒരു കുഞ്ഞിനെ കൊടുത്തു. അതിപ്പോൾ 2.5 വയസ്സായി. അത് അടുത്ത വർഷം ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ മോന് ഇപ്പോൾ 25 വയസ്സായി. അവന് ജോലിയില്ലാതെ ബുദ്ധിമുട്ടി 2 വർഷം അലഞ്ഞ് നടന്നു. അന്നേരം ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവമേ, എൻ്റെ മാതാവേ, എൻ്റെ കുഞ്ഞിനൊരു ജോലി കൊടുത്ത് അനുഗ്രഹിക്കണേ, ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയാമെന്നതിൻ്റെ ഫലമായി അവന് ദുബൈയിൽ പോയി 3 ഇൻ്റർവ്യൂ നടന്നു. മാതാവ് എല്ലായിടത്തും ചെന്ന് സഹായിച്ച് 3 അവൻ പാസ്സായി. അന്നേരം കൂടുതൽ ശമ്പളം കിട്ടുന്നിടത്ത് അവൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം 3-4 വർഷമായി. അതുപോലെ മാതാവിൻ്റെ കാശുരൂപം കൊണ്ടുവന്ന് ഇവിടെ വന്ന് ഞാൻ
പിന്നെ അച്ഛനോട് പറഞ്ഞു. അച്ഛൻ ആ കാശ് ബെഞ്ചരിച്ച് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ അവിടെയും വെച്ചു, മാതാവിൻ്റെ അവിടെയും തൊട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ ജോലി കിട്ടിയത്. അതുപോലെ തന്നെ എനിക്ക് പ്രഷർ, ഷുഗറ്, കൊളസ്ട്രോൾ ഇതെല്ലാമായിരുന്നു കൂടി വന്നു. അമ്മയെ മാതാവെ സൗഖ്യപ്പെടുത്തണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇപ്പോൾ എല്ലാ രോഗങ്ങളും നോർമലായി തന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ കിണറ്റിൽ വെള്ളമില്ല, പൈപ്പ് എടുത്തു, പൈപ്പിനകത്ത് കലക്ക വെള്ളമാണ് വരുന്നത്, ക്ലോറിൻ്റെ ചെവിയോ. അങ്ങനായി ഞാൻ ഇവിടുന്ന് വെഞ്ചരിച്ച ഉപ്പ് തൊട്ടിക്കകത്ത് വെള്ളമെടുത്ത് ഈ ഉപ്പ് കലക്കി വിശ്വാസ പ്രമാണം ചൊല്ലി കിണറ്റിലൊഴിച്ചു. ഇപ്പം കിണർ നിറച്ച് വെള്ളം, അതോ കണ്ണുനീര് പോലുള്ള നല്ല വെള്ളം തരുന്നു. അതുപോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് തന്നതിന് അതുപോലെ പല ഇതും ഞങ്ങൾക്ക് തന്നെ പല അനുഗ്രഹങ്ങളും തന്നു. എൻ്റെ ചേട്ടത്തേടെ കൊച്ചുമോന് ജോലി ഇല്ലാതിരുന്നു. അവന് എൻട്രൻസ് പാസ്സായി, അവന് നല്ല മാർക്കോടുകൂടി പാസ്സായി. അവന് അമേരിക്കയിൽ ജോലി കിട്ടി. അങ്ങനെ പല ഉപകാരങ്ങളും എൻ്റെ യേശുവിനും അമ്മയ്ക്കും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. യേശുവിനും പരിശുദ്ധാത്മ യഹോവയ്ക്കും കോടാനുകോടി നന്ദി, സ്തുതിയും സ്തോത്രവും മഹത്വവും അർപ്പിക്കുന്നു. മാതാവിന് ഞാൻ പള്ളിയിൽ പോയപ്പോൾ ഒരു ദിവസം എൻ്റെ മാതാവ്, ഞാൻ ഈ പത്രം കൊണ്ടായിരുന്നു പള്ളിയിൽ പോയെ. കുറേ പത്രം അവർക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ് പള്ളിയിൽ കൊണ്ടുപോയപ്പോൾ ഞാൻ ആ പടി കയറിപ്പോയപ്പോൾ മാതാവ് എൻ്റെ കൂടെ, ഒരു സ്ത്രീ എൻ്റെ കൂടെ വന്ന് പറഞ്ഞു, പിന്നെ അതിലേ പോകല്ലേ, തെന്നി വീഴും. അന്നേരം ഞാൻ പിന്നെ ആ അമ്മയോട് ആ ചേച്ചിയോട് ആ മോളോട് ചോദിച്ചു, മോളെ എവിടുന്നാണ് വരുന്നേ? ഇവിടെ അടുത്തുള്ളതാ മോളെ. ഇന്ന് കൃപാസന പത്രം ഒന്ന് മോള് വാങ്ങിച്ചു. അന്നേരം പറഞ്ഞ് പള്ളിയിൽ കൊണ്ട് കൊടുക്കുക, എൻ്റെ ആലയത്തിൽ നിന്ന് ഞാൻ തന്നു വിടുന്ന പത്രമായത്, അതുകൊണ്ട് മോള് കൊടുക്കുമെന്ന് പറഞ്ഞു. അവിടെ കൊടുത്തു. അതെല്ലാം കൊടുത്ത് തീർത്തു. അവിടെ പള്ളിയിൽ കൊണ്ടുവന്ന് എല്ലാവരും വാങ്ങിച്ചു. അന്നേരം ഞാൻ ആ പള്ളി കയറാൻ നേരം ഈ സ്ത്രീ എന്തിയെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ സ്ത്രീ അപ്രത്യക്ഷമായി. ഞാൻ കണ്ടില്ല, ചെരുപ്പ് ഊരിവിട്ടിട്ട് നോക്കിയിട്ട് കണ്ടില്ല. അന്നേരം ഞാൻ മനസ്സിൽ കണ്ട് ഈ മാതാവ് എനിക്ക് കൂടെ വന്ന് എൻ്റെ കാര്യം സാധിച്ചു ധരിപ്പിച്ച്. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ രാവിലെയും വൈകിട്ടും വെളുപ്പം കാലത്ത് എന്നും പ്രാർത്ഥിക്കും. രാവിലെ സന്ധ്യയ്ക്കും പ്രാർത്ഥിക്കുമ്പോൾ ഈ അമ്മ വരും. കണ്ണടയ്ക്കുമ്പോൾ അമ്മ വന്ന് എൻ്റെ മുന്നിൽ നിൽക്കുന്നത് കാണും. യേശുവും കുഞ്ഞുമായിട്ട് നിൽക്കുന്നത് കാണും. യേശു കുഞ്ഞിനെയും കൊണ്ട് നിൽക്കുന്നത് ഞാൻ കാണും. ഒന്നും സംസാരിക്കത്തില്ല. അന്നേരം എൻ്റെ പേടി എല്ലാം പോവും. ഞാൻ വിധവയായിട്ട് വീട്ടിൽ താമസിക്കുക തന്നെ. ആയതുകൊണ്ട് ഭർത്താവ് മരിച്ചുപോയി, അറ്റാക്ക് വന്ന് മരിച്ചുപോയി. പിന്നെ ഞാൻ താമസിക്കുക. എനിക്കതുകൊണ്ട് ഒരു പേടിയില്ല. യേശു എനിക്ക് കാവലാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. യേശുവിനും അമ്മയ്ക്കും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. അതുപോലെ മുന്നോട്ട് എൻ്റെ താങ്ങുന്ന ഞങ്ങൾക്ക് കുടുംബത്തെ എല്ലാ കാര്യങ്ങളും നടത്തി തരുന്ന മാതാവ് യേശു മുഖേന മാതാവാണ്. ഇത്രയും നടത്തിയ മാതാവിൻ്റെ കോടാനുകോടി നന്ദി. പഠിക്കണ കാലത്ത് ഇതിനേക്കാൾ ഗതികെട്ട ആരോഗ്യമാണ്. അന്ന് കാലം എത്രയുണ്ട്? 22 വയസ്സ്. എല്ലാ മനുഷ്യരും സുന്ദരമായിട്ട് ഈ ആരോഗ്യത്തോടെ ഇരിക്കുന്ന യൗവനക്കാലത്ത് ഞാൻ രോഗിയായിട്ട് ആശുപത്രികളിലാണ് പലപ്പോഴും. എൻ്റെ കൂട്ടുകാർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ അതിജീവിക്കത്തില്ല, അച്ഛനായ ഒരു കൊല്ലം ജീവിക്കത്തുള്ളെന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് അപ്പോൾ ഞാനത് ഉടനെ ലിങ്ക് ചെയ്യണ കർത്താവുമായിട്ട് രാത്രി 2 മണിക്ക് എഴുന്നേറ്റ് പെരിയാറിൻ്റെ നിന്ന് 3-ാം നിര എൻ്റെ ഡോർമെട്രിയിൽ നിന്ന് ഞാൻ പെരിയാറിലേക്ക് നോക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അവസാനത്തെ ട്രെയിൻ വരെ വെളുപ്പിന് 3:30 ട്രെയിനുണ്ട് ആലുവ പാലത്തിൻ്റെ കൂടെ. അത് കണ്ടു കഴിഞ്ഞിട്ട് പോയി കിടന്നുറങ്ങും. അത്രയും സമയം ഞാൻ കർത്താവിൻ്റെ അടുത്ത് ഇരിക്കും. ഇരുട്ടത്ത് നോക്കി പെരിയാർ നോക്കിയിരിക്കും. എന്താ കാര്യം? എനിക്ക് മെരിട്ടില്ലെന്ന് എനിക്കറിയാം. ഇന്നൊക്കെയാണ് ഞാനത് പറയണത്, മെരിട്ടില്ല. പണ്ട് അങ്ങനെയല്ല പറഞ്ഞത്, ഗതികേടാണെന്നാണ് പറഞ്ഞത്. ഇന്ന് ഞാൻ മെരിട്ടില്ലെന്നൊക്കെയാണ് പറയണത്, സ്റ്റാൻഡേർഡായിട്ട് ബിബ്ലിക്കൽ ലാംഗ്വേജ് ഉപയോഗിക്കുക. അന്ന് ഞാൻ പറഞ്ഞത്, നീ ഒന്ന് കണ്ണ് തുറന്നാലേ എൻ്റെ ജീവിതം ഉള്ളൂ. കാര്യം എൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയാം.
ഞാനും പറയും എനിക്ക് ഒത്തിരി മോഹങ്ങളൊന്നുമില്ല, അച്ഛനായിട്ട് 1 കൊല്ലം ജീവിച്ച് പോയില്ലണം, അത്രയേ ഉള്ളൂ. അതിന് ക്ലോസ്, അതൊരു പ്രശ്നമില്ലെന്ന് പറയും. അതെനിക്ക് പ്രശ്നമില്ലായിരുന്നു അന്ന്. പക്ഷേ ഇപ്പോൾ എത്രയോ വർഷം, 36 വർഷമായില്ലേ, 36 വർഷമായിട്ട് ഞാൻ നിലനിൽക്കുകയല്ലേ. ഇതെന്താ നിലനിൽക്കുന്നത്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ്. உயிருள்ள காலம் வரைக்கும் என்னிடத்திலிருந்து எங்க ஊர் மக்களை நிறைய பேருக்கு சாட்சியா கொண்டு நிற்பேன்னு சொல்லிட்டு அம்மாவுக்கு நான் வாக்கு கொடுத்திருக்கிறேன். அம்மா மரியே வாழ்க, கிருபாசன தாயே, உங்களுக்கு கோடான கோடி நன்றி அம்மா. പഠിക്കണ കാലത്ത് ഇതിനേക്കാൾ ഗതികെട്ട ആരോഗ്യമാണ്. അന്ന് കാലം എത്ര ഉണ്ട്? 22 വയസ്സ്. എല്ലാ മനുഷ്യരും സുന്ദരമായിട്ട് ഈ ആരോഗ്യത്തോടെ ഇരിക്കുന്ന യൗവനക്കാലത്ത് ഞാൻ രോഗിയായിട്ട് ആശുപത്രികളിലാണ് പലപ്പോഴും. എൻ്റെ കൂട്ടുകാർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ അതിജീവിക്കത്തില്ല, അച്ഛനായ 1 കൊല്ലമേ ജീവിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് അപ്പോൾ ഞാനത് ഉടനെ ലിങ്ക് ചെയ്യണ കർത്താവ് രാത്രി 2 മണിക്ക് എഴുന്നേറ്റ് പെരിയാറിൻ്റെ നിന്ന് 3-ാം നിര എൻ്റെ ഡോർമെട്രിയിൽ നിന്ന് ഞാൻ പെരിയാറിലേക്ക് നോക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അവസാനത്തെ ട്രെയിൻ വരണവരെ വെളുപ്പിന് 3:30 ട്രെയിനുണ്ട് ആലുവ പാലത്തിൻ്റെ കൂടെ. അത് കണ്ടു കഴിഞ്ഞിട്ട് പോയി കിടന്നുറങ്ങും. അത്രയും സമയം ഞാൻ കർത്താവിൻ്റെ അടുത്ത് ഇരിക്കും, ഇരുട്ടത്ത് നോക്കി പെരിയാർ നോക്കിയിരിക്കും. എന്താ കാര്യം? എനിക്ക് മെരിട്ടില്ലെന്ന് എനിക്കറിയാം. ഇന്നൊക്കെയാണ് ഞാനത് പറയണത്, മെരിട്ടില്ല. പണ്ട് അങ്ങനെയല്ല പറഞ്ഞത്, ഗതികേടാണെന്ന് പറഞ്ഞത്. ഇന്ന് ഞാൻ മെരിട്ടില്ലെന്നൊക്കെയാണ് പറയണത്, സ്റ്റാൻഡേർഡായിട്ട് ബിബ്ലിക്കൽ ലാംഗ്വേജ് ഉപയോഗിക്കുക. അന്ന് ഞാൻ പറഞ്ഞത്, നീ ഒന്ന് കണ്ണു തുറന്നാലേ എൻ്റെ ജീവിതം ഉള്ളൂ. കാര്യം എൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയാം. ഞാനും പറയും എനിക്ക് ഒത്തിരി മോഹങ്ങളൊന്നുമില്ല, അച്ഛനായിട്ട് 1 കൊല്ലം ജീവിച്ച് പോയില്ലണം, അത്രയേ ഉള്ളൂ. അതിന് ക്ലോസ്, അതൊരു പ്രശ്നമില്ലെന്ന് പറയും. അതെനിക്ക് പ്രശ്നമില്ലായിരുന്നു അന്ന്. പക്ഷേ ഇപ്പോൾ എത്രയോ വർഷം, 36 വർഷമായില്ലേ, 36 വർഷമായിട്ട് ഞാൻ നിലനിൽക്കുകയല്ലേ. ഇതെന്താ നിലനിൽക്കുന്നത്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ്. உயிருள்ள காலம் வரைக்கும் என்னிடத்திலிருந்து எங்க ஊர் மக்களை நிறைய பேருக்கு சாட்சியா கொண்டு நிற்பேன்னு சொல்லிட்டு அம்மாவுக்கு நான் வாக்கு கொடுத்திருக்கிறேன். அம்மா மரியே வாழ்க, கிருபாசன தாயே, உங்களுக்கு கோடான கோடி நன்றி அம்மா. എൻ്റെ പേര് അനു ജോളി. ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്നും ചുള്ളിക്കര എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഉടമ്പടി എടുത്തത് 2022 എനിക്ക് കിട്ടിയ അനുഗ്രഹം, എൻ്റെ മോൻ്റെ കുഞ്ഞിന് എപ്പോഴും പനിയായിരുന്നു. മാസത്തിൽ ഒരു 2-3 പ്രാവശ്യം മംഗലാപുരത്ത് ആശുപത്രിയിലോ കണ്ണൂർ ആശുപത്രിയിലോ അഡ്മിറ്റായിരുന്നു. ഒരാഴ്ച ആശുപത്രി കിടക്കും. അങ്ങനെ ഇരിക്കെ എൻ്റെ കുഞ്ഞിൻ്റെ പപ്പായും മമ്മിയും അവിടെ ഇല്ലായിരുന്നു, എന്നെ ഏൽപ്പിച്ചിട്ട് പോയതാണ്. അപ്പം രാത്രിയിൽ 104 ഡിഗ്രി പനി കൊച്ചിന് ആയപ്പം ഞാൻ എൻ്റെ ഫോണിൽ മാതാവിൻ്റെ രൂപം ഉണ്ടായിരുന്നു. ഞാനത് ഓൺ ചെയ്തിട്ട് കുഞ്ഞിൻ്റെ ശരീരത്ത് വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവ്, ഞാൻ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് വന്നോളാം. അപ്പം വരാനുള്ളൊരു അനുഗ്രഹമൊന്നും ഇല്ല എന്നാണ് വിചാരിച്ചിരുന്നത്. അന്ന് തന്നെ മാതാവ് എന്നിൽ പ്രവർത്തിച്ചു തുടങ്ങി. ഞാൻ എന്നും പള്ളിയിൽ പോകുന്ന ഒരാളാണ്. എല്ലാ ദിവസവും ഞാൻ മാതാവിനോടും ഈശോയോടും പ്രാർത്ഥിക്കും, എനിക്ക് ഉടമ്പടി എടുക്കാനുള്ള അനുഗ്രഹം കിട്ടണേന്ന്. വരാനുള്ള സാഹചര്യങ്ങളില്ല, അങ്ങനെ നേർന്നെങ്കിലും. പക്ഷേ 1 മാസത്തിനുള്ളിൽ തന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട്. അതിൽ പിന്നെ എൻ്റെ കുഞ്ഞ് ഇന്നുവരെ ആശുപത്രി കയറിയിട്ടില്ല. ചെറിയ ജലദോഷവും അതൊക്കെ അല്ലാതെ വന്നിട്ടില്ല. പിന്നെ എൻ്റെ മോള് ജർമ്മനിക്ക് പോകാൻ വേണ്ടിയിട്ട് B2 പാസ്സായി കഴിഞ്ഞിട്ട് പാസ്സാവുന്നവരെയും കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പം ഞാൻ പാസ്സാകാൻ വേണ്ടി ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ തന്നെ പാസ്സായായിരുന്നു. അത് കഴിഞ്ഞ് തടസ്സങ്ങളെന്നെല്ലാം പറഞ്ഞാൽ കർണാടക സ്റ്റേറ്റിലാണ് മോള് പഠിച്ചത്. അപ്പോൾ HRD എന്ന ഒരു സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു. 60 ദിവസമാണ് അതിൻ്റെ കിട്ടാനുള്ള സമയം. ആ 60 ദിവസമായിട്ടും പിന്നെ കിട്ടുന്നില്ല.
അങ്ങനെ ഞാൻ മാതാവിൻ്റെ മുന്നിൽ ഒരു പേപ്പർ കഷ്ണം ഇട്ടിട്ട് ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ മാതാവേ, മോടെ ആ HRD എന്ന സർട്ടിഫിക്കറ്റ് എത്രയും പെട്ടെന്ന് കിട്ടണേ. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ 4 പേരെയാണ് സെലക്ട് ചെയ്തത്. അതിൽ 3 പേരും റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇവളൊരു കാരണമാണ് അവർക്കും പോകാൻ പറ്റാത്തത്. അങ്ങനെ ഉപ്പിട്ട് എല്ലാ ദിവസവും മോളെ സമർപ്പിച്ചും ആ യൂണിവേഴ്സിറ്റി ഞാൻ സമർപ്പിച്ച് മനസ്സിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ 70 ദിവസം കഴിഞ്ഞപ്പം അവിടുന്ന് പറയുന്നു, കർണാടക സ്റ്റേറ്റിൽ നിന്ന് 3 മാസമായിട്ട് HRD ഇപ്പം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അടിച്ചു കൊടുക്കുന്നില്ല എന്ന്. അപ്പോൾ അവിടെ ഞാൻ തകർന്നു. ഞാൻ വിട്ടില്ല, മാതാവിനെ മുറുകെ പിടിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ മോളോട് പറഞ്ഞു, നീ ഏജൻറ്റിനെ വിളിച്ച് കാര്യം പറ. അപ്പം മോള് പറഞ്ഞു, ജർമ്മനിയിലെ നിയമം നമുക്ക് മാറ്റാൻ പറ്റുമോ മമ്മി? ഞാൻ പറഞ്ഞു, നീ ഒന്ന് വിളിച്ചു നോക്കേ. അങ്ങനെ മോള് വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ എംപ്ലോയറെ അറിയിക്കാം, അത് കഴിഞ്ഞിട്ട് വിവരം തരാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം മെയിൽ വന്നു, മോക്ക് HRD വേണ്ട എന്ന്. അങ്ങനെ എത്രയും പെട്ടെന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് തിരിച്ചു വാങ്ങിച്ചോ, എന്നിട്ട് തിരുവനന്തപുരത്ത് എത്രയും പെട്ടെന്ന് എത്തിക്കാൻ പറഞ്ഞു. ഞാൻ വിശ്വസിക്കുന്ന മാതാവാണ് അത് നടത്തിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ മോൾക്ക് ആ പ്രശ്നങ്ങൾ ഒഴിഞ്ഞു. അത് കഴിഞ്ഞ് എല്ലാം തീർന്നു എന്ന് വിചാരിച്ചു. അപ്പോഴാണ് വിസ എല്ലാം കിട്ടി, കൈ കിട്ടി. അത് കഴിഞ്ഞപ്പം ഏജൻറ്റ് പറഞ്ഞു, 2 ദിവസത്തിനുള്ളിൽ ടിക്കറ്റ് കിട്ടും, അപ്പം നിങ്ങൾ കയറേണ്ട വരും, അതുകൊണ്ട് പെട്ടിയെല്ലാം റെഡിയാക്കി വെക്കണം എന്ന് പറഞ്ഞ് പെട്ടിയെല്ലാം റെഡിയാക്കി വെച്ചു. അങ്ങനെ 15 ദിവസം കഴിഞ്ഞു. 20 ദിവസം കഴിഞ്ഞപ്പം ബിസി ആയിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോഴാണ് ഒരു മെയിൽ വരുന്നത്, മോൾക്ക് പോകാൻ പറ്റില്ല, ജനറൽ നേഴ്സാണ്, ബാക്കി 3 പേരും BSc നേഴ്സാണ്. പോകാൻ പറ്റും, പക്ഷെ അവിടെ ചെന്നിട്ട് അവരുടെ ചിലവിൽ അവൾ പഠിക്കണം, പക്ഷെ നമ്മളെ കൊണ്ട് അവരുടെ ചിലവിൽ പഠിക്കാൻ പറ്റില്ല.